ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാവട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം സഭാപ്രസംഗിയുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം. കാറ്റിൻ്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്നും നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നീ അറിയുന്നില്ല. പഴയ നിയമത്തിലെ ഒരു പുസ്തകമാണ് സഭാപ്രസംഗി. പരമ്പരാഗതമായി ശലോമോൻ രാജാവ് എഴുതി എന്ന് ആരോപിക്കപ്പെടുന്നു. കൂടാതെ ജീവിതത്തിൻ്റെ അർത്ഥത്തെയും ദൈവത്തിൻ്റെ സ്വഭാവത്തെയും കുറിച്ചുള്ള ആഴത്തിലുള്ള ദാർശനിക പ്രതിഫലനങ്ങൾക്ക് പേരുകേട്ടതാണ് ഈ പുസ്തകം. ജീവിതത്തിൻ്റെ അനിശ്ചിതത്വങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ അദൃശ്യമായ വഴികളെക്കുറിച്ചും ചർച്ച ചെയ്യുന്ന പുസ്തകത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ വാക്യം. മനുഷ്യൻ്റെ ധാരണയുടെ പരിമിതികളെ എടുത്തു പറയുന്ന നീ അറിയാത്തതുപോലെ എന്ന വാക്യം ഇവിടെ നമുക്ക് കാണാം. അത് ആത്മാവിൻ്റെ രഹസ്യത്തെയും ഗർഭാശയത്തിലെ അസ്ഥികളുടെ വളർച്ചയെയും ദൈവത്തിൻ്റെ അജ്ഞാതമായ പ്രവൃത്തികളോട് ഉപമിക്കുകയാണ്. ഈ താരതമ്യം ദൈവികതയുടെ ആഴത്തെയും ദൈവത്തിൻ്റെ വഴികളെ പൂർണ്ണമായി ഗ്രഹിക്കുവാനുള്ള മനുഷ്യൻ്റെ ശ്രമങ്ങളുടെ നിരാർത്ഥകതയും ചിത്രീകരിക്കുവാൻ നമ്മെ സഹായിക്കുന്നുണ്ട്. ഈ വാക്യത്തിലെ പ്രധാന വിഷയങ്ങളിലൊന്ന് നിഗൂഢതയുടെ ആശയവും മനുഷ്യൻ്റെ അറിവിൻ്റെ പരിമിതികളുമാണ്. മനുഷ്യധാരണയുടെ അന്തർലീനമായ അതിരുകൾ തിരിച്ചറിയുവാനും ദൈവികതയുടെ നിഗൂഢമായ സ്വഭാവം അംഗീകരിക്കുവാനും സഭാപ്രസംഗിയുടെ രചയിതാവ് വായനക്കാരനെ വെല്ലുവിളിക്കുന്നുണ്ട്. ഈ പ്രമേയം പുസ്തകത്തിൻ്റെ വിശാലമായ സന്ദേശവുമായി പ്രതിധ്വനിക്കുന്നു. അത് ദൈവിക മുഖത്ത് നിൽക്കുമ്പോൾ വിനയത്തെയും ആദരവിനെയും പ്രോത്സാഹിപ്പിക്കുകയാണ്. കൂടാതെ ആത്യന്തിക സൃഷ്ടാവും എല്ലാറ്റിൻ്റെയും മേൽ പരമാധികാരിയുമായ ദൈവത്തെക്കുറിച്ചുള്ള ആശയം ഈ വാക്യം അടിവരയിടുന്നുണ്ട്. ഗർഭാശയത്തിലെ അസ്ഥികളുടെ വളർച്ചയെക്കുറിച്ചുള്ള പരാമർശം സൃഷ്ടിയുടെ അത്ഭുതകരമായ പ്രക്രിയയെയും അതിനെ നിർമ്മിക്കുന്ന ദൈവിക കരത്തെയും എടുത്തു കാണിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ സർവശക്തിയെക്കുറിച്ചുള്ള അവൻ്റെ പ്രവൃത്തിയുടെ വിസ്മയിപ്പിക്കുന്ന സ്വഭാവത്തെയും ഓർമ്മപ്പെടുത്തുന്നു. ഈ വാക്യത്തിൻ്റെ പ്രതീകാത്മകത വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ആത്മാവിൻ്റെ വഴിയും ഗർഭാശയത്തിലെ അസ്ഥികളുടെ വളർച്ചയും ജീവന്റെയും സൃഷ്ടിയുടെയും നിഗൂഢവും അദൃശ്യവുമായ വശങ്ങളെ പ്രതിനിധീകരിക്കുന്നു. ഈ പ്രകൃതി പ്രതിഭാസങ്ങളിലേക്ക് ശ്രദ്ധ ആകർഷിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ കരകൗശലത്തിൻ്റെ സൗന്ദര്യവും സങ്കീർണതയും വിചിന്തനം ചെയ്യുവാൻ ഈ വാക്യം വായനക്കാരനെ പ്രേരിപ്പിക്കുന്നു. സഭാപ്രസംഗിയുടെ പുസ്തകത്തിനുള്ളിലെ വിശാലമായ സന്ദർഭത്തിൽ ഈ വാക്യം അനിശ്ചിതത്വം നിറഞ്ഞ ഒരു ലോകത്തിൽ ജ്ഞാനവും അർത്ഥവും നേടുന്നതിൻ്റെ സമഗ്രമായ സന്ദേശത്തിന് വളരെയധികം സംഭാവന നൽകുന്നുണ്ട്. മനുഷ്യൻ്റെ അറിവിൻ്റെ പരിമിതികളെ അംഗീകരിക്കുവാനും ജീവിതത്തിൻ്റെ നിഗൂഢതകളെ വിനയത്തോടും ദൈവത്തിലുള്ള വിശ്വാസത്തോടും സമീപിക്കുവാൻ ഇത് വായനക്കാരനെ സഹായിക്കുന്നുണ്ട്. സഭാപ്രസംഗി 11:5 ദിവ്യത്വത്തിൻ്റെ വിസ്മയിപ്പിക്കുന്ന അനുഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ ഉൾക്കൊള്ളുവാനും എല്ലാ സൃഷ്ടികൾക്കും മേൽ ദൈവത്തിൻ്റെ പരമാധികാരം തിരിച്ചറിയുവാനും വായനക്കാരനെ ഇത് ഒരുക്കുകയാണ്. ദൈവികതയുടെ അവ്യക്തമായ സ്വഭാവത്തെയും മനുഷ്യധാരണകളുടെ പരിമിതികളെയും കുറിച്ചുള്ള അഗാധമായ ധ്യാനമായി ഇത് നിലനിൽക്കുന്നു. സമ്പന്നമായ പ്രതീകാത്മകതയിലൂടെയും ചിന്തോദീപികമായ ചിത്രങ്ങളിലൂടെയും ഈ വാക്യം ദൈവത്തിൻ്റെ നിഗൂഢമായ വഴികളെക്കുറിച്ചുള്ള ധ്യാനവും ആദരവും നമ്മിൽ നിന്ന് ക്ഷണിക്കുന്നുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ആമേൻ.